20 മുതൽ 35 രൂപ വരെ. വൈറ്റിന്റെ പ്രൈസ് ഈ പറഞ്ഞത് 25 രൂപ മുതൽ കൊടുക്കാൻ പറ്റും. ഐറ്റം ആണ്. അത് നല്ല പോളിഷ് ചെയ്തൊരു പീസാണ്, അതുകൊണ്ട് കാണിച്ചത്. ഇവിടെ ഉള്ളത് മൊത്തം വൈറ്റ് ആണുള്ളത്. വൈറ്റിന് വേണ്ടിയുള്ള ഒരു ഗോഡൌൺ ആണത്. ഒക്കെ ഇതേമാതിരി നമ്മൾ പാർട്ടീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാർബിൾ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ്റെ മാർബിൾ സിറ്റി എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കിഷൻഘട്ടിലായിട്ടുള്ളത്. നമ്മുടെ കൂടെ എൻ്റെ സുഹൃത്ത് ഉണ്ട്, ഉബൈദ് ഉണ്ട്. ഞാൻ ഉബൈദായിട്ട് കുറേ കാലങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ ഉബൈദ് ഇങ്ങനെ നാട്ടിലേക്ക് മാർബിളുകൾ ആളെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സാധനങ്ങൾ എടുത്ത് കൊടുക്കുക, വീട്ടിൽ അവിടെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ പരിപാടിയും, അതായത് മാർബിള്, ഗ്രാനൈറ്റ്, ഇറ്റാലിയൻ മാർബിൾ, ഇതിനെപ്പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ നേരെ പോയിട്ട് ഫാക്ടറികൾ പിന്നെ കട്ട് ചെയ്യണതും എനിക്ക് കാണേണ്ടത്, കട്ട് ചെയ്യണത്, അതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, സംഭവങ്ങളൊക്കെ പോളിഷിങ്, ഇതൊക്കെ എനിക്ക് കാണുകയും വേണം. പിന്നെ മറ്റു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലായിടത്തും ചെയ്യാൻ പറ്റില്ല, അടിപൊളി ഓൾ കേരള ചെയ്യാൻ പറ്റില്ല. ഓൾ കേരള അല്ല, ഓൾ ഇന്ത്യ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എവിടെ വേണം ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ഞങ്ങൾ ഇപ്പൊ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അതല്ല, വിരിക്കാനുള്ള ആൾക്കാരെല്ലാം കൊടുക്കും, എല്ലാം A to Z. നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഞങ്ങൾ കമ്പനികളിലും ഫാക്ടറികളൊക്കെ പോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഇതൊരു വലിയ സൈസ് ടൊറന്റോ ആണ് കേട്ടോ. ടൊറന്റോ ഒക്കെ ഇവിടെ തുടങ്ങുന്നത് തന്നെ 20 രൂപ മുതലാണ് തുടങ്ങുന്നത്. 20 മുതൽ 35 രൂപ വരെ. 4 സൈസിൽ വരുന്ന സാധനം കേട്ടോ. ഇതിന് വരെ വരികയാണെങ്കിൽ വില വരുന്ന ഒരു 30 രൂപ വരെ. പിന്നെ കല്ലിന്റെ ക്വാളിറ്റിക്ക് കുറഞ്ഞും വരും അല്ലേ. സൈസെങ്കിൽ ഈ ഒരു സൈസിൽ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന സൈസാണിത്. ഈ സൈസിന് വരികയാണെങ്കിൽ 20 രൂപ. നമ്മൾ കൊമേഴ്സ്യൽ യൂസിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഇത് പിന്നെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം, ഞാൻ തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നെല്ലാം പറയണ്ടേ, നമുക്ക് മോറോഡ് വെയിറ്റ് അല്ലേ? അതെ അതെ, ഇതൊക്കെ മോറോഡ് വെയിറ്റിന്റെ കളക്ഷൻസ് ആണ്. ഇതൊക്കെ എത്ര നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും? എത്ര വെച്ച് നിങ്ങൾക്ക് കൊടുക്കാം? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 100 മുതൽ 150, 200 വരെ പോകും. 48 രൂപ നമുക്ക് കൊടുക്കാം. 40 രൂപ കൊടുക്കാം. ഏട്ടാ, ഈ മോർവേഡ് വൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 48 മുതലാണ്. അപ്പം ക്രാക്കോ ഫില്ലിങ്ങോ ഒന്നും ഇല്ലാത്ത ഒരു ഫ്രഷ് പീസ് ഒക്കെ ആണെങ്കിൽ, നല്ലതാണെങ്കിൽ ഒരു 50, 55, 60 റേഞ്ച് മുതൽ കൊടുക്കാൻ പറ്റും. ഇത് എത്രയാണ് വരുന്നത് സ്റ്റാർട്ടിങ്? ഇത് നമുക്കൊരു 55 മുതൽ 55 രൂപ മുതൽ കൊടുക്കാൻ പറ്റില്ലേ? നല്ല ഇത് മോർവേഡ് തന്നെ. മോർവേഡ് വൈറ്റ് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ തന്നെയാണ്. സൈസ് ചെറിയ വ്യത്യാസങ്ങൾ ഓരോ സൈസിനനുസരിച്ച് ഒക്കെ പ്രീമിയം ക്വാളിറ്റി അല്ലെ, പ്രീമിയം പീസാണ്. എന്ത് വില കൊടുക്കാൻ പറ്റും? ഇതിലൊന്നും ക്രാക്കും ഫില്ലിംഗ് ഒന്നും ഇല്ല. സൂപ്പർ ഫ്രഷ് ലോട്ട് ആണ്. 85 നമുക്ക് കൊടുക്കാം. 85. അരുണ വൈറ്റിന്റെ പ്രൈസ് ഈ പറഞ്ഞത് 25 രൂപ മുതൽ കൊടുക്കാൻ പറ്റും. അരുണ വൈറ്റ് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്ന പ്രൈസ് എല്ലാവർക്കും അറിയണമാണ്. ഒരു 30 രൂപ ഉണ്ടെങ്കിൽ അടിപൊളി ഐറ്റം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ 25 എന്നൊക്കെ പറയുമ്പോൾ സൈസ് ഒന്ന് ചെറുതാവും. കംപ്ലൈന്റ് ഒന്നുമില്ല. നല്ല ഇതൊക്കെ അരുണന്റെ സ്ട്രൈറ്റ് പാറ്റേൺ ആട്ടോ. അരുണ സ്ട്രൈറ്റ് ഡിസൈൻ. ഇടയിൽ വരുന്ന ക്രിസ്റ്റലിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ആണ് റേറ്റ് കുറയുക. അപ്പൊ ഇത് എത്ര കുറയുന്നു അത്രയും പ്രീമിയം. അതാണ് അതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. റേറ്റ് കുറയും. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള മാർബിളിനെ പറ്റി അറിയുന്ന ആളുകളെയും കൂട്ടി നിങ്ങൾ വന്ന് കൂടെ വന്നോ, നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിക്കോ, അന്നെ ലോഡ് ചെയ്ത് പോവാ അല്ലേ. ഇത് ക്രോസ് പാറ്റേൺ വരുന്നുണ്ട്. അപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അരുണന്റെ സ്ട്രൈറ്റ് ആട്ടോ. ലൈവ് ഫാക്ടറിയിൽ നിന്ന് വന്നോണ്ട് പുതിയ ഫ്രഷ്. ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രഷ് സാധനം വാങ്ങാൻ പറ്റില്ല. ചൂടോടെ കൂടി നിങ്ങൾക്ക് കൈ കിട്ടും സാധനം കൊണ്ടുപോകാം. അതാ ഇറക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ആ സൈസ്. ഇതൊക്കെ നമുക്ക് കുറഞ്ഞ സൈസ് ആയതുകൊണ്ട് കുറഞ്ഞ വിലക്ക് കൊടുക്കാം. 25 രൂപന്റെ ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, അരുണ 25 രൂപന്റെ കൊടുക്കാൻ പറ്റുന്ന ഐറ്റം. ഇതൊക്കെ ഏതാണ് വിഭാഗം? ഇത് മോർച്ചാനാണത്? ഇത് JK മോർച്ചാൻ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം. നല്ല ഡിസൈൻ. അതാണ് JK മോർച്ചാൻ അല്ലേ? നല്ല ഐറ്റാണ്. ഇതൊക്കെ എത്ര സ്റ്റാർട്ടിങ്? എത്ര നമുക്ക് 45 രൂപ വെച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ 45 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആണോ? നല്ല ബ്ലോക്കാണ്. അതുപോലെ ഫ്രഷ് ലോട്ടാണ്. അതുപോലെ 15 mm തിക്നെസ്. 15 mm തിക്നെസ് ഉണ്ട്. നമുക്ക് ഇവിടെ നാട്ടിലേക്ക് ഇതൊക്കെ 45 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ 60-65 രൂപ മാക്സിമം പോയിക്കാൻ 60-65 അത്ര. നല്ല ക്വാളിറ്റി ഉള്ള JK മോർച്ചാന്റെ നല്ല വെറൈറ്റി അടിപൊളി ഡിസൈൻ ഉള്ള റേറ്റ് കുറച്ചും കൊടുക്കാം. അതുപോലെ അതിന്റെ വേറൊരു വെറൈറ്റികളാണ് വൈറ്റ് കേട്ടോ. മിൽക്കി വൈറ്റ് എന്ന് പറയുന്ന ഐറ്റം. നമ്മളെ ഇറ്റാലിയൻ വൈറ്റിന്റെ അതേ ഒരു തിക്നെസ്. നല്ല വൈറ്റ് ആണല്ലേ? 15 തിക്നെസ് ഉണ്ട്. ഇതിന്റെ തന്നെ അതും വരുന്നത് അതെ തന്നെ അല്ലേ? ഇതൊക്കെ അതിൽപ്പെട്ട സാധനങ്ങളാണ്. ഇതൊക്കെ അതിൽ വരുന്നല്ലേ? അത് പോളിഷ് ചെയ്യാത്ത പീസാണ്. പോളിഷ് ചെയ്ത പീസാണല്ലേ? നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാം. നമുക്ക് 55 രൂപ മുതൽ കൊടുക്കാം. 55 മുതൽ അല്ലേ? ഇത് നല്ലൊരു ഡിസൈനാണ്. ചെറിയൊരു റോസ് ഷെയ്ഡ് കിട്ടുന്നതാണ്. മിൽക്ക് വൈറ്റിൽപ്പെട്ട ഐറ്റംസ് ആണ്. ഒരുപാട് വൈറ്റുകൾ ഉണ്ട് നമ്മളെ നാട്ടിൽ കാണാത്ത വെറൈറ്റി ഐറ്റം. അത് ഇറ്റാലിയൻ ബാക്കിൽ പോകുന്ന വൈറ്റ് മാർബിൾ തന്നെ നല്ല വൈറ്റ് കിട്ടാനുണ്ട് അല്ലേ? അത് റോസ് ഷെയ്ഡ് വരുന്നുണ്ട്, ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്, ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ? ഇത്ര ഷെയ്ഡുകൾ വരുന്നുണ്ട്. അതിന്റെ തിക്നെസ് കൂടുതലാട്ടോ. ഇതിന്റെ തിക്നെസ് 18 mm തിക്നെസ് ഉണ്ട്. 18 ഐറ്റം ആണ്. അത് നല്ല പോളിഷ് ചെയ്തൊരു പീസാണ്, അതുകൊണ്ട് കാണിച്ചത്. ഇവിടെ ഉള്ളത് മൊത്തം
വൈറ്റ് ആണുള്ളത്. വൈറ്റിന് വേണ്ടിയുള്ള ഒരു ഗോഡൗൺ ആണത്. 600 ഐറ്റം വൈറ്റ് ഉണ്ട്. വൈറ്റ്, അപ്പം നിങ്ങൾ വൈറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ മാർബിളിന്റെ ഏത് ഐറ്റം വാങ്ങാനോ, അപ്പോൾ ഞാൻ വൈറ്റ് ഞാൻ എടുത്ത് കാണിക്കാൻ കാരണം വൈറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണെങ്കിൽ വൈറ്റാണ് നമ്മളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോകുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇനി നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എങ്ങോട്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവർ എക്സ്പോർട്ട് ചെയ്യാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു വരും. അപ്പോൾ അങ്ങനത്തെ എന്താവശ്യം ഉണ്ടെങ്കിലും ഉബൈദിനെ കൊടുക്കുന്നുണ്ട്. ഉബൈദ് കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്. കുറേ കാലങ്ങളായിട്ട് എന്നോട് പറയുന്നുണ്ട് നമുക്ക് പോവാന്ന്. ഇപ്പോഴാണ് അവസരം കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പം വൈറ്റ് അല്ല, നിങ്ങൾക്ക് ഏത് മാർബിൾ ആണെങ്കിലും ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മേലെ ഉണ്ടെങ്കിൽ ഇതിന് മെനക്കെട്ടാൽ മതി അല്ലേ? ഇല്ലെങ്കിൽ ഇതിന് 1000 സ്ക്വയർ ഫീറ്റിന് മേലുണ്ടെങ്കിൽ മാത്രം മെനക്കെട്ടാൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിൽ ഉബൈദിനെ വിളിച്ച് വെച്ചാൽ ഇതൊക്കെ മോറോഡ് വൈറ്റിലെ പ്രീമിയം ആണെന്ന് കണ്ടാൽ അറിയാം അല്ലേ? ഇതൊക്കെ എനിക്ക് തോന്നുന്നത് റേറ്റ് കുറച്ച് കൂടിയിട്ടുള്ളതായിരിക്കും. ഈ പ്രീമിയം കാറ്റഗറി വരുന്നത്, അതായത് ഫില്ലിങ്ങും ക്രാക്കും ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. ഇത് കണ്ടാൽ മനസ്സിലാക്കാനുണ്ട്, അത് ആര് വന്നാലും മനസ്സിലാവും. ഇതിനൊക്കെ എന്തായിരിക്കും സ്റ്റാർട്ടിംഗ്? നമുക്ക് 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ഒണിക്സ്. ഇറ്റാലിയൻ ഒണിക്സിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ ഒണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലയും കുറവാണ്, ഇതിന്റെ വിലയും കാര്യങ്ങൾ പറയാം. പക്ഷേ ഇത് ഭയങ്കര പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിലെ ഒരു കല്ല് കയറി പോയിട്ടുണ്ട്. 55 മുതൽ തുടങ്ങുന്ന ഇതൊക്കെ വരികയാണെങ്കിൽ 75 ആ റേഞ്ച്, 70-75 റേഞ്ച് ആണ് ഇത്രയും വലിയ സൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ ഒണിക്സിന്റെ ഇതിലൊന്ന് ഇതിൽ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, വൈറ്റും ഗ്രീനും മാത്രമേ. ഓക്കെ. ഇതിൽ കണ്ടില്ലേ, വൈറ്റും ഗ്രീനും ആണെങ്കിൽ പിങ്കും കൂടി കയറി വരുന്നുണ്ട്. ഇത് ഗ്രീനും മാത്രം, ഗ്രീനും വൈറ്റും കൂടി കയറി വരുന്നല്ലേ? ഇത് ഗ്രീനും വൈറ്റും കൂടി കയറി വരുന്നത്, ഇതിൽ പിങ്കും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ലൈറ്റ് കയറുന്നത് ഇവിടെ നല്ല വെളിച്ചണ്ടായിട്ടാണ്. ഇതാണ്ടോ ഇങ്ങനെ കാണാൻ പറ്റും. മൊബൈലിന്റെ ടോർച്ച് അടിച്ചിട്ടാണിത്. ഇവിടെ ലൈറ്റിലാണെന്നുണ്ട് കറക്റ്റ് മനസ്സിലാവാം. ഇതാണ് ഒണിക്സിന്റെ പ്രത്യേകത. ഇത് 18 mm തിക്നെസ്സിൽ വരുന്ന എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ക്വാളിറ്റി മെറ്റീരിയൽ മാത്രമാണ്. കുറഞ്ഞ മാർബിളുകളെ നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല, ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കല്ലുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിനും 18 mm തിക്നെസ് ഉണ്ട്. 20 അല്ല 80 അല്ലേ? 18 mm തിക്നെസ് വരുന്നുണ്ട്. അപ്പം ഈ ഒണിക്സിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി അഥവാ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒണിക്സ് മാർബിളിന്റെ എല്ലാവരും കൊണ്ടുപോകുന്നത് ഇറ്റാലിയൻ 1500, 2000, 2500 ആണ് സ്ക്വയർ ഫീറ്റിന് വില വരുന്നത്. ഇതാണെങ്കിൽ നമ്മൾ തുടങ്ങുന്ന എത്രയാണ്? 55 രൂപ മുതൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ പ്രീമിയം അടിപൊളിയായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ പാസ്വാർഡ് വൈറ്റിന്റെ, മിൽക്കി വൈറ്റിന്റെ പോളിഷ് ചെയ്ത പീസുകൾ കേട്ടോ, പല ഡിസൈനിലായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഒരു 55-60 രൂപ മുതലാണ് കേട്ടോ വരുന്നത്. ഒരു 70-80 ഒക്കെ ഉണ്ട്. നല്ല വൈറ്റ് കളറുള്ള മിൽക്കി വൈറ്റുള്ള സാധനങ്ങൾ കിട്ടും അല്ലേ? എന്താ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നല്ല പ്രീമിയം കസ്റ്റമേഴ്സ്. പ്രീമിയം തന്നെയാണല്ലോ കൊടുക്കുന്നത് ആണല്ലേ? 35 രൂപ കൊടുക്കാം. ഈ സാധനം തന്നെ 35 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ലേ? അപ്പോൾ ഉപയോഗ 2-3 കാര്യങ്ങൾ കൂടി നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയേണ്ടതായിട്ടുള്ളുണ്ട്. അതായത് ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ റേറ്റാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പിന്നെ ഷിപ്മെന്റിന്റെ കാര്യങ്ങൾ അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി എത്ര എന്നുള്ളത് ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മിനിമം 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാതെ ഉണ്ടെങ്കിൽ നമുക്ക് സാധനം നാട്ടിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി കൊടുക്കാൻ പറ്റില്ലേ? ഇപ്പൊ അഡീഷണൽ എത്രയാണ് ഷിപ്പിംഗിന് എത്ര വരും? അതായത് നമ്മൾ ഇതിന്റെ പുറത്ത് വരുന്ന ഒന്ന് ലോഡിംഗ് ചാർജ് വരുന്നുണ്ട്, അതുപോലെ GST വരുന്നുണ്ട്, പാക്കിംഗ് ചാർജ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നമ്മൾ അദാനി പോർട്ട് വഴിയാണ് നമ്മൾ സാധനം സെൻഡ് ചെയ്യാം. അദാനി പോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചാർജ് വരുന്നുണ്ട്. അത് സൂറത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ചാർജ് റെയിൽവേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് ഷിപ്പിലേക്ക് വരുന്ന ഒരു ചാർജ് വരുന്നുണ്ട്. ഷിപ്പിൽ നിന്ന് വീണ്ടും കണ്ടെയ്നറിൽ നമ്മളെ വീട്ടിൽ എത്തിക്കുന്ന ചാർജ്, ഇത്രയും ചാർജുകളാണ് എക്സ്ട്രാ പൊതുവായിട്ട് വരുന്നത്. എന്താ പറയാ, ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ചോദിക്കാം. നമുക്ക് ആരും പറയുന്ന കേസല്ല എന്തൊക്കെ ചാർജ് വരുന്നത്. ഇത്രയും ചാർജുകളാണ് വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്നും ഇത്ര കൂടുതൽ ക്ഷമമുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പൊ ഇത് കണക്ക് കൂട്ടാനോ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കാം, ഒരു 50 രൂപ അവിടെ ഒരു സാധനം എനിക്ക് നാട്ടിൽ എത്ര കിട്ടാൻ? അതായത് നമ്മൾ ഈ സാധനം 50 രൂപയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങി നാട്ടിൽ നമ്മളെ വീട്ടിലെത്തുമ്പോൾ 75 രൂപയ്ക്ക് നമുക്ക് സാധനം വീട്ടിലെത്തും. അഡീഷണൽ 25 രൂപ വരൂല ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടി. ഷിപ്പിംഗ് ചാർജ്, ടാക്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൈസ വന്ന് വാങ്ങാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതെ. മാർബിൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് വിശ്വാസമില്ലാത്ത എന്നെ വിശ്വാസമില്ലാത്ത നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ നമ്മൾ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട്, അതായത് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. നിങ്ങൾ മാർബിളിനെ പറ്റി അറിയുന്ന ആരാണോ കൊണ്ടുവരാൻ പറ്റുക അവർ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നല്ല പ്രീമിയം മാർബിളുകൾ മാത്രം വാങ്ങാൻ നോക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരികയാണെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം? അപ്പോൾ നമ്മൾ ഒന്നിക്കൽ അവർ ഫ്ലൈറ്റ് വഴിയോ അല്ലെങ്കിൽ ട്രെയിൻ വഴിയോ ആയിരിക്കും വരിക. അല്ലെങ്കിൽ ഫ്ലൈറ്റ് വഴി ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ല, ഫ്ലൈറ്റ് ലാഭമില്ലാണ്ട് എന്താ, നാട്ടിലിപ്പോ എന്താ എങ്ങനെ പോയാലും ഒരു 40% കുറയാതെ നമുക്ക് പ്രോഫിറ്റ് ആണ് ആണല്ലേ? അപ്പൊ ഒരു 100 രൂപ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നത് 60 രൂപ കിട്ടും. അത്രമാത്രം ചാർജ് ഒന്നും നാട്ടിൽ നിന്ന് ഇവിടെ വേറെ 5000-6000 രൂപ. നമ്മൾ ട്രെയിനിലായിട്ട് വന്നത് വളരെ ചെറിയ, നമ്മൾ ട്രെയിനിൽ വന്നുകൊണ്ട് നമുക്ക് വലിയ റേറ്റ് കാര്യങ്ങൾ നമുക്ക് ഒരാൾക്ക് ഒരു 3500-4000 രൂപ വരുന്നുള്ളൂ, അങ്ങോട്ട് റിട്ടേൺ അടക്കമുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് വരാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ മാർബിൾ വാങ്ങാൻ വരും രാജസ്ഥാനിലല്ല എവിടെ ആണെങ്കിലും കേരളത്തിൽ എവിടെ പോവാണെങ്കിലും
നിങ്ങൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെയും കൂട്ടി പോയി നോക്കിയിട്ട് വാങ്ങാം. കൊടുക്കാൻ എങ്ങനെയാണ് നമ്മൾ അവരിവിടെ വരുവാണെങ്കിൽ അവർക്ക് വേണ്ട റൂം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അതുപോലെ പിക്കപ്പ് ഡ്രോപ്പ് ഒക്കെ നമ്മൾ തന്നെ ടിക്കറ്റ് എടുത്ത് കൊടുക്കോ? ടിക്കറ്റ് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കൂലേ? ഇനിയിപ്പോ അവര് വിളിക്കുവാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കും. അതുപോലെ ക്രാക്ക് ഞങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കും. ഫില്ലിങ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി കൊടുക്കും. അതിനുള്ള എക്സ്പെർട്ട് ഒരാൾ വന്ന് ഇവിടെ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് അവിടെ നാട്ടിൽ ഡെലിവറി ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ രാവിലെ ഒരാൾ ഇവിടെ എത്തുകയാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ സാധനം വാങ്ങിക്കാൻ അന്ന് തന്നെ നമ്മൾ ലോഡ് ആവും. കണ്ടെയ്നറിൽ ലോഡ് ചെയ്യും. കണ്ടെയ്നറിൽ ലോഡ് ചെയ്ത് കണ്ടെയ്നർ സീൽ ചെയ്യും. ആ സീലിന് നമ്മൾ നാട്ടിലെത്തിയിട്ട് പൊട്ടിക്കൊള്ളൂ. നമ്മൾ അദാനി ഗ്രൂപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടെയ്നർ പൊട്ടിക്കാൻ നാട്ടിലെത്തി നമുക്കേ അത് പൊട്ടിക്കാൻ പറ്റും. ആ സാധനം ഏകദേശം നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഷിപ്പ് ആയി കഴിഞ്ഞാൽ 18 ദിവസം, അതായത് 3 ആഴ്ച കൊണ്ട് സാധനം നമ്മൾ പോയി. അല്ല, അതിനിപ്പോ നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ഷിപ്പിന് നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനാണ് നമ്മൾ ഇവിടെ ഉള്ള പല ആൾക്കാരുമായിട്ടുള്ള പല 6500 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ അപ്പം തന്നെ കിട്ടും, സ്പോട്ടിൽ കിട്ടും. ഒരു 6500 സ്ക്വയർ ഫീറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ 6000 കുഴപ്പമില്ലല്ലോ. 6500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ 18 ദിവസം. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 വീട്ടുകാരാണെങ്കിൽ കുറെ ഡൗട്ട്സ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അതിൽ ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചാൽ മതി. എല്ലാ ഡൗട്ടും ക്ലിയർ ആയിട്ട് നിങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി തന്നെ വന്നാൽ മതി. അതേമാതിരി നമ്മൾ പാർട്ടീഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും. ബ്രേസിയ प्योर इटालियन मार्बल है. ഇറ്റാലിയൻ മാർബിൾ ബ്രേസിയ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയണം. ഇതിന്റെ ये आपके साउथ साइड बहुत चलता है. ഇത് വലിയ സൈസാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് വലിയ സൈസ് ആയതുകൊണ്ട് ये आपको 16 mm देंगे. गैंगसो साइज 170 में. ഇത് 170 170 में यही मटेरियल है. यही सेम 170 गैंगसो साइज 10 by 6 का 10/6. ये 10 होते हैं, ये 6 होते हैं. 10 लंबाई 6 ഇത്രയും വലിയ സാധനമാണ് പറഞ്ഞത്. कितना में मिलेगा? 170 रुपए में. 170 170 ഇറ്റാലിയൻ മാർബിൾസ് ഇമ്പോർട്ടഡ് മാർബിൾസ് ആണെങ്കിലും ഓക്കെ നമുക്ക് ചെയ്തു.